അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ ഫ്രാങ്ക്ലിൻ കാര്യത്തിന് ആർമി ഓഫീസറും കാര്യത്തിന് അതേപോലെ തന്നെ കുറച്ച് വെഹിക്കിൾസും കാര്യത്തിന് ഫ്രാങ്ക്ലിൻ്റെ എടുത്തും കാര്യത്തിന്. അപ്പൊ അത് ഫ്രാങ്ക്ലിൻ അടിച്ചു മാറ്റിയത് കാര്യത്തിന്. അതേപോലെ ട്രെയിനുണ്ട്, അതേപോലെ തന്നെ ബസ്സുണ്ട്, കാറുണ്ട്, ബീരങ്കിണ്ട്, ജീപ്പുണ്ട്, ബൈക്കും കാര്യത്തിന്. അപ്പൊ അതെങ്ങനെ അടിച്ചു മാറ്റിന്ന് പറഞ്ഞു തരാം. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തും കാര്യത്തിന് പോകണം. അപ്പൊ എന്റെ ഓൾഡ് ഹൗസിന്റെ അടുത്തുള്ള മാൾക്കും കാര്യത്തിന് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അപ്പൊ ഇന്ന് പണിയും കാര്യത്തിന് ഞാൻ ലീവ് ആക്കിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണത്. കുറച്ച് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ ലീവും കാര്യത്തിന് എടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് ലീവ് ആക്കല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ മാളും കാര്യത്തിന് കഴിച്ചപ്പോ നമുക്ക് ഫോണും കാര്യത്തിനായിട്ട് പോലീസിന് അല്ല സാർ എന്താ ഫ്രാങ്ക് അത്യാവശ്യം പോലീസ് സ്റ്റേഷനിൽ എന്താ സാറേ അതൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. അത്യാവശ്യം പോലീസ് സ്റ്റേഷനിൽ കാര്യത്തിന് ഓക്കെ സാറേ ഇപ്പൊ വരാം. അപ്പൊ നമ്മള് അത്യാവശ്യം ഒരു പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് വരാനാ പറഞ്ഞ്. അപ്പൊ എന്താണോ യാതൊരു പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നമ്മള് ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ്, ഫുഡ് കഴിച്ച് പോകുമ്പോഴാണ് കോളും കാര്യത്തിന് വന്ന്. നമുക്ക് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നോക്കാം. എന്താ യാതൊരു എന്തിനെ വിളിപ്പിച്ചൊന്നും യാതൊരു അടിയും കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും നമ്മൾ തിരക്കിട്ട് വിളിപ്പിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് എത്തിയിരുന്നു. ഇവിടെ സാർമാരില്ലാന്ന് തോന്നുന്നുണ്ട്, വണ്ടി കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു സാറ് രണ്ട് സാർമാരുണ്ട് തോന്നുന്നു. അപ്പൊ ബൈക്ക് നിർത്തിയാണ് ചോദിച്ചോക്കെ എന്താ യാതൊരില്ല. അല്ല സാർ എന്താ വിളിപ്പിച്ച ഫ്രാങ്കിൾ അങ്ങോട്ട് ഞാൻ കാര്യം പറഞ്ഞത് ഫ്രാങ്കിളെ നമുക്ക് കുറച്ച് മിലിറ്ററി വണ്ടിയും കാര്യത്തിന് വേണം. സാധാ വണ്ടി അടിച്ചു മാറ്റി തന്നായി, പക്ഷെ നമ്മൾ മിലിറ്ററി വണ്ടിയും കാര്യത്തിനേക്ക് സാറ് ഞാൻ അടിച്ചു മാറ്റി തരേ. ഫ്രാങ്ക് നല്ല ചമയുണ്ട് ഇതൊക്കെ അടിച്ചു മാറ്റി നമുക്കറിയാം. ഓക്കെ സാർ ഇപ്പൊ ഞാൻ ചെയ്തു തരാം. അപ്പൊ ചെയ്യാൻ വേണ്ടി ആർമി ഓഫീസറും കാര്യത്തിനാണ്. സാർ ഞാൻ ആർമി ഓഫീസർ. ആർമി ഓഫീസർ ആയാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെഹിക്കിളും കാര്യത്തിന് കിട്ടില്ല. നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ആകെ 2 പോലീസുകാർ, അതായത് ഉള്ളിൽ ആരുമില്ല, കേസ് കൊടുക്കാന്നില്ല. അതിന്റെ ഫോണിൽ ഞാൻ ഒരു മെസ്സേജും കാര്യത്തിനയക്കും. ആ ബിൽഡിംഗിലും സാറേ നോക്കട്ടെ. അപ്പൊ ഇതാണ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഓക്കെ സാറേ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ ബിൽഡിംഗ് കാര്യത്തിന് പോയി നോക്കട്ടെ. പോയിക്കോ. അപ്പൊ നമ്മളോട് ആ ബിൽഡിംഗ് കാര്യത്തിന് പോകാൻ പറഞ്ഞു. അവിടെ നമുക്ക് ഇന്റർവ്യൂ നമുക്ക് നേരെ ഒപ്പിട്ട് കൊടുത്താൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇന്റർവ്യൂ കാര്യത്തിന് നമ്മൾ ഏതായാലും ആർമി ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് ഒപ്പും കാര്യത്തിന് ഇട്ട് കൊടുക്കാൻ നമ്മൾ എത്തിയിട്ട്. അപ്പൊ എന്തായാലും വണ്ടിയും കാര്യത്തിന് ഇവിടെ നിർത്തിയത് ഇതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നടന്നാണ് ഇതിന്റെ മുകളിൽ കാര്യത്തിന് കയറേണ്ടി. അപ്പൊ എന്തായാലും കയറി നമുക്ക് ഒപ്പിട്ട് വരാം. വേറെ ഉണ്ടാകുന്ന നമുക്ക് യാതൊരു അപ്പൊ കയറി നോക്കിയാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ കയറി ഇറങ്ങി നമുക്കൊരു കുഴപ്പമില്ല. നമ്മളവിടെ ഒപ്പിട്ട് വന്നപ്പോ ആർമി ഓഫീസറും കാര്യത്തിൽ അപ്പൊ നമുക്ക് ഫോണിന് മെസ്സേജും കാര്യത്തിന് വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫോൺ അപ്പൊ ഇത് അടിച്ചു മാറ്റുള്ള വണ്ടി കാര്യത്തിന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സ്ഥലത്തും കാര്യത്തിന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് യൂണിഫോം ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ യൂണിഫോം കിട്ടാതെ. അപ്പൊ യൂണിഫോം നിർബന്ധമൊന്നുമില്ല. നമുക്ക് യൂണിഫോം കിട്ടിയിട്ടും കിട്ടിയില്ലെങ്കിലും നിർബന്ധ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിലും കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തും കാര്യത്തിന് എത്തിന്. കണ്ട പോലെ തന്നെ ഇവിടെ താറും കാര്യത്തിൽ മോഡിഫൈ താറും കാര്യത്തിന് മിലിറ്ററി വണ്ടി കാര്യത്തിനാകണേ. അപ്പൊ എന്തെങ്കിലും നമുക്ക് അടിച്ചു മാറ്റുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് അടിച്ചു മാറ്റലും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടിച്ചു മാറ്റാൻ പോലീസുകാർക്ക് നേരെ കൊണ്ടുപോയി കൊടുക്കാം. പോലീസുകാർക്ക് നമ്മളിങ്ങനെ ചിലപ്പോൾ സഹായം കാര്യത്തിന് ചെയ്തു കൊടുക്കല്ലോ, അവർക്ക് പറ്റാത്ത സഹായം കാര്യത്തിന് നമ്മൾ ചെയ്തു കൊടുക്കല്ലേ. അപ്പൊ എന്തായാലും പറഞ്ഞ നേരം കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് അങ്ങനെ എത്താൻ നിൽക്കണം. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ആരും അറിയാത്ത സ്ഥലത്ത് ബാക്കിൽ കണ്ടി നിർത്തിയിട്ടാണ് നമ്മളോട് കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ കഴിഞ്ഞ് നിർത്തിയിട്ടാ. അപ്പൊ എന്തായാലും അവിടെ ഒരു സാറാണ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇപ്പൊ 2 സാറുള്ള ഒരു സാറായിക്കണേ. അപ്പൊ ഈ വണ്ടിയും കാര്യത്തിന് നമുക്ക് ഉള്ളിലേക്ക് നിർത്തിയിടാം. അപ്പൊ കുറച്ച് വണ്ടിയും കാര്യത്തിനുള്ളത് നമുക്ക് ഏതാ വണ്ടി അതിനെ അറിയാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി നിർത്തിയിട്ടാണ്. അപ്പൊ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഇങ്ങോട്ട് നിർത്തിയിടാൻ സ്ഥലം ഉണ്ടായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നടന്നാണ് ബൈക്കും കാര്യത്തിന് എടുത്ത് പോകണം. അപ്പൊ നടന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ ഫോണിൽ മെസ്സേജും കാര്യത്തിന് വന്നേ. പക്ഷെ അപ്പൊ അടുത്ത സ്ഥലം കാര്യത്തിന് ജുറാസിക് പാർക്കിലും കാര്യത്തിന് ഹെലികോപ്റ്ററും കാര്യത്തിന് അത് അടിച്ച് മാറ്റേണ്ടി വരും. അപ്പൊ അതെന്തായാലും നമുക്ക് നേരെ ബൈക്കും കാര്യത്തിന് എടുത്താണ് പോകേഷൻ. ബൈക്കും കാര്യത്തിന് എടുത്താണ് നമ്മൾ ജുറാസിക് പാർക്കിന്റെ അവിടെ കാര്യത്തിന് എത്തിയിട്ട്. അപ്പൊ നമുക്ക് ഗേറ്റ് കാര്യത്തിന് ഓപ്പൺ ചെയ്ത് തരും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ബൈക്ക് എടുത്താണ് ഗേറ്റ് ഓപ്പൺ ചെയ്താൽ കയറല്ലേ, കയറാൻ പറ്റില്ല. പക്ഷേ ഗേറ്റും കാര്യത്തിന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് നേരെ നോക്കേണ്ടി ഇവിടെ എവിടെയായിട്ടൊന്നും യാതൊരു അറിയില്ല. പക്ഷേ ഹെലികോപ്റ്ററും കാര്യത്തിന് നമ്മൾ നോട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇവിടെ ഹെലികോപ്റ്ററും കാര്യത്തിന് നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് നിർത്താം. ഹെലികോപ്റ്ററിന് കുറച്ച് ഹെലികോപ്റ്റർ കൺട്രോൾ ഒക്കെ സിമ്പിൾ ആണ്. എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്ത് മുകൾക്ക് പൊന്തിച്ചാൻ പറ്റുന്നെങ്കിലും. അപ്പൊ എന്തായാലും ഹെലികോപ്റ്റർ കാര്യത്തിന് മുകൾക്ക് പൊന്തിന് ഇത് പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന് ഇറക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷന്റെ മുകളിലും കാര്യത്തിന് നമ്മൾ ഇറക്കാൻ പോണേ. അപ്പൊ എന്തായാലും മുകളിലും കാര്യത്തിന് ഇറക്കിയിരിക്കണം. അപ്പൊ നമുക്ക് നേരെ ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് നമ്മളെ വണ്ടി കാര്യത്തിന് ജുറാസിക് പാർക്ക് നിർത്തോണ്ടാണ് നമ്മൾ പോകണേ. അപ്പൊ നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജും കാര്യത്തിന് വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫോട്ടോ അപ്പൊ ഇതൊരു അറിയാത്ത സ്ഥലം കാര്യത്തിനാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം, കിട്ടിയ എത്ര എന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും ബൈക്കും കാര്യത്തിനെടുത്താൽ ജുറാസിക് പാർക്ക് നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഗേറ്റ് ഓപ്പൺ ചെയ്തത് യാതൊരില്ല, ഇച്ചിരി ഓപ്പൺ ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടും കാര്യത്തിന് പോയി നോക്കാം. കുറച്ച് ലോങ് കാര്യത്തിന് പോവാണ്ട്. പക്ഷെ ഏകദേശം നേരത്തിന് എത്തി. അപ്പൊ നമ്മള് നോക്കി വന്ന് ഇവിടെ തന്നെ. അപ്പൊ എന്തായാലും വണ്ടി കാര്യത്തിന് ഇവിടെ. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് ഈ കാറും കാര്യത്തിന് കയറിയാണ് പോകേണ്ടി വരും. കാറിലും കാര്യത്തിന് പോയിക്കണേ. അപ്പൊ ഇത് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് കൊണ്ടുവെക്കാണ്ട്. അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എത്തിനെ. അപ്പൊ നമുക്ക് നേരെ ആ ജീപ്പിന്റെ ഒപ്പം സൈഡിലായിട്ട് വെക്കേണ്ടി. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് വണ്ടിയും കാര്യത്തിനുണ്ട്. പക്ഷെ ഏതാ വണ്ടി നമുക്ക് യാതൊരു ആയില്ല. അപ്പൊ നമ്മൾ ബൈക്കും കാര്യത്തിന് ഫോണിക്ക് മെസ്സേജും കാര്യത്തിന് വന്നേ. അപ്പൊ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആകേഷ് ഇത് ആർമി വണ്ടി കാര്യത്തിനാണല്ലോ, ബീരങ്കി കാര്യത്തിന്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണേ. അപ്പൊ നമ്മൾ നേരെ മാർക്കറ്റിന്റെ മുകളിലും കയറ്റുന്നുള്ളത്. അപ്പൊ നേരെ നമ്മൾ പോയി നോക്കാം വണ്ടിയും കയറ്റെടുത്തത്. അപ്പൊ നമ്മൾ ബൈക്കിന്റെ മുകളിലും കയറ്റിന് കീഴി. അപ്പൊ നമ്മളെ മാളിന്റെ മുകളിലും കയറ്റി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ മാളിന്റെ മുകളിലും കയറ്റിനാണ് ആർമി വണ്ടി കയറ്റുന്നത്. അപ്പൊ ഇതൊന്നും ഒരു ആർമി ആക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അത് ആർമി ടാങ്കും കയറ്റിനാണ്. അപ്പൊ ഇതിൽ നമുക്ക് നേരെ അവിടെ മുകളിൽ കയറ്റിന് കാണാൻ പറ്റുന്നെങ്കിൽ. അപ്പൊ നമ്മൾ സൂപ്പർ പവർ ആയിട്ട് ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുന്നെങ്കിലും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ
സ്ഥലങ്ങൾ തന്നെയാണ് ഒലിക്ക് കിട്ടാത്തത്. അതൊക്കെ നമ്മളെ ഏൽപ്പിച്ചപ്പോ യാതൊരു എന്താ നമുക്ക് നേരെ മുകൾക്ക് കയറട്ടെ പക്ഷെ കയറി ഞാൻ എത്തി. അപ്പൊ നമ്മൾ സൂപ്പർ പവർ നമുക്ക് മാത്രമല്ല, അതുകൊണ്ട് മാത്രമേ നമ്മളെ ഏൽപ്പിച്ചിട്ട് കുറച്ച് കേസും കാര്യത്തിന്. അപ്പൊ അതാണ് ആർമി ടാങ്കും കാര്യത്തിനുള്ള. അപ്പൊ ടാങ്കിന്റെ ചാടിച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനത്തെ ഇങ്ങനെ കയറ്റി യാതൊരില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ രണ്ടും കഴിപ്പിച്ച് പറഞ്ഞ് ചാടിച്ചാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും ഞാൻ ചാടിച്ചാൽ നിൽക്കാം, രണ്ടും ചാടിച്ചാണ്. അപ്പൊ കുഴപ്പമില്ലാതെ തന്നെ ചാടിച്ചു. അപ്പൊ കുഴപ്പമില്ലാതെ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി എന്റെ ബൈക്ക് നമുക്ക് പോകുമെന്ന് വെച്ച് അപ്പൊ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകണത്. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കാര്യത്തിന് കയറ്റിന്. അപ്പൊ ഇത് വെക്കാൻ എങ്ങനെയൊന്നും യാതൊരു അപ്പൊ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല, വെക്കാൻ സ്ഥലം കാര്യത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വെച്ച് സെറ്റപ്പ് ആയി ചെയ്ത് നമ്മൾ ഇറങ്ങിന്. അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷൻ കാര്യത്തിന് ബൈക്ക് എടുക്കാൻ വന്നത്. ഫോൺ കാര്യത്തിന് മെസ്സേജ് ചെയ്തപ്പോ നോക്കിയൊക്കെ ഇത് ബസ്സും കാര്യത്തിനാണ്. അപ്പൊ നമുക്ക് സ്ഥലമൊക്കെ മനസ്സിലാക്കാം. അപ്പൊ എന്തെങ്കിലും നമുക്ക് ബൈക്ക് എടുത്താൽ ആ ബസ്സുള്ള സ്ഥലത്തും കാര്യത്തിന് പോയി നോക്കാം. കുറച്ച് വളച്ചുകാട് കുറച്ച് ലോങ് പോകണ്ട, അവിടേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് ഇവിടേക്ക് വരുമ്പോൾ അങ്ങോട്ടും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടും കാര്യത്തിന് പോയി നോക്കാം. ഇവിടുന്ന് നേരെ പോകാണ്ട്. അപ്പൊ എന്തായാലും ബസ്സുള്ള സ്ഥലത്തും കാര്യം നമ്മൾ കണ്ടത്. അപ്പൊ ബൈക്ക് വരെ നിർത്തിയാലും ബസ്സായിട്ട് നമുക്ക് നേരെ നമ്മളെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോയി നോക്കാം. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ബസ്സും കാര്യത്തിന് അയക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബസ്സും കാര്യത്തിന് എത്തപ്പെട്ടത്. പക്ഷെ നമ്മൾ നേരെ മുന്നിൽ കാറും കാര്യത്തിന് വരുമ്പോൾ അതിന് മുന്നായിട്ട് ചാടാനുള്ള പ്ലാനിങ് കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ലാതെ ബസ്സും കാര്യത്തിന് അതിന് മുന്നിൽ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകണേ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആർമി വാറണ്ടി ആക്കുമ്പോൾ അടിപൊളി കാര്യത്തിന്റെ ഒക്കെ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് കയറ്റണേ അടിപൊളി കാര്യത്തിന് കയറ്റം കാണാൻ തട്ടാതെ കയറ്റിക്കണം. അപ്പൊ എന്തെങ്കിലും ഇത് നിർത്താൻ പറ്റിയ യാതൊരില്ല. അവിടെ വളക്കുമ്പോൾ ആർമി വണ്ടി കാര്യത്തിലുണ്ട്. ആർമി വണ്ടിന്റെ മുന്നിൽ തന്നെ വന്നപ്പോൾ ഞാൻ ബാക്ക് എടുത്താണ്ട് ഈ ഗ്യാപ്പ് കാണി കാറിന്റെ നേരെ ബാക്കിലായിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ മുകളിൽ ഇപ്പോഴും ഉണ്ട്, അത് ഇതിനും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അതാണ് നിൽക്കട്ടെ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. അപ്പൊ എന്തായാലും അടുത്തത് നോക്കാം. കഴിച്ച് നമ്മളെ ഫോണിക്ക് ഇനിയൊരു മെസ്സേജും കാര്യത്തിന് വരുന്നുണ്ട് തോന്നുന്നു. അപ്പൊ എന്തായാലും ഫോൺ എടുത്തോ കഴിച്ച്. അപ്പൊ അടുത്ത സ്ഥലം കാര്യത്തിനത് ബുള്ളറ്റും കാര്യത്തിനാണ്. കഴിച്ച് അപ്പൊ നമ്മൾ ആ സ്ഥലം കാര്യത്തിന് നോട്ട് ചെയ്തേ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടും കാര്യത്തിന് ബൈക്ക് എടുത്താൽ നമുക്ക് പോയൊക്കെ പറഞ്ഞ സൈഡിലായിട്ട് ആ സ്ഥലം കാര്യത്തിന് വരും. അപ്പൊ ബൈക്കിൽ കയറിയാണ് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്കിലും കാര്യത്തിന് കയറിയാണ് ബാക്ക് എടുത്താണ് പോയി നോക്കാം. അപ്പൊ നേരെ കാണുന്ന മുന്നിലും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും അവൾ കാര്യത്തിന് കഴിച്ചപ്പോ ബുള്ളറ്റും കാര്യത്തിന് നമ്മൾ കണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇറങ്ങിയാണ് ബുള്ളറ്റ് എടുത്താൽ പോയി നോക്കാം. അപ്പൊ ഞാൻ ഇറങ്ങിയാണ് ബുള്ളറ്റും കാര്യത്തിന് എടുത്തിട്ട് അപ്പൊ തന്നെ ബുള്ളറ്റും കാര്യത്തിന് കയറി നോക്കാം. കഴിച്ച് എനിക്ക് ബുള്ളറ്റ് കയറി പരിചയം എനിക്ക് കയറി കണ്ടാൽ തന്നെ ഒരുമാതിരി കാര്യത്തിന് സൗണ്ട് അതേപോലെ തന്നെ ഒരുമാതിരി കാര്യത്തിന് സൗണ്ട് കേൾപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലും കാര്യത്തിന് എത്താനേക്കണം. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കാര്യത്തിന് കയറ്റിയിട്ട് അപ്പൊ വണ്ടിയും കാര്യത്തിന് അയക്കണം. അപ്പൊ ഇനി കുറച്ച് വണ്ടികളും കാര്യത്തിനുണ്ട് നമ്മളോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മെസ്സേജ് അയക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ബൈക്കും കാര്യത്തിന് നമ്മൾ ഉള്ളോട്ട് നിർത്തിയിട്ട് സ്ഥലം കാര്യത്തിനുണ്ടല്ലോ ബാക്കിൽ നിർത്തിയിട്ടുണ്ട് വെച്ചേ. അപ്പൊ എന്തായാലും ബൈക്കും കാര്യത്തിന് നിർത്തിയിട്ട് നമുക്ക് നേരെ പോയി നോക്കാം. ഇനി ഫോണിക്ക് മെസ്സേജ് വരിക യാതൊരില്ല. പക്ഷേ ഫോണിക്ക് കാര്യത്തിന് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ഫോൺ തൊക്കെ കഴിച്ച് ഫോണിക്ക് മെസ്സേജ് കഴിച്ച് ഇത് എയറോപ്ലെയിനും കാര്യത്തിനല്ല. അപ്പൊ നമുക്ക് നേരെ സംഭവം കാര്യത്തിന് ബൈക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാര്യത്തിന് മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ബൈക്ക് എടുത്താൽ ആ സ്ഥലത്തും കാര്യത്തിന്. അപ്പൊ ഇത് എയറോപ്ലെയിൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ഞാൻ ഇതിലറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നോക്കിയേ പറ്റുള്ളൂ. എയർപ്ലെയിന് പോലീസ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ കൊണ്ടുവരുമെന്ന് യാതൊരില്ല. അപ്പൊ എന്തായാലും നമുക്ക് എയർപ്ലെയിനുള്ള സ്ഥലത്തും കാര്യത്തിന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ പോകേണ്ട പറ്റുമെന്ന്. അപ്പൊ നമ്മൾ എയർപ്ലെയിനുള്ള സ്ഥലത്തും കാര്യത്തിന് എത്തിന്. അപ്പൊ കുറച്ച് ബാക്കിലായിട്ട് നിർത്തിന്. എയർപ്ലെയിൻ ആണ് കുറച്ച് പൊന്താനൊക്കെ താമസമുണ്ട്. അപ്പൊ അതിന് തട്ടണ്ട വെച്ചിട്ട് കുറച്ച് ബാക്ക് നിർത്തിയത്. അപ്പൊ എന്തായാലും എയർപ്ലെയിനും മോനത്തിന് കയറിക്കണം. അപ്പൊ അത് കുറച്ച് കുറച്ച് താമസം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം പൊന്തിച്ചിട്ട് നേരെ മുന്നിലേക്ക് പോകുന്നുള്ളൂ. പൊന്തി കിട്ടാൻ കുറച്ച് പണിയും കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് സ്പീഡും കഴിച്ചിട്ട് കാണിച്ചില്ല. പക്ഷെ അതിനെ പൊന്തി കിട്ടിയില്ല. അപ്പൊ അങ്ങനെ പോയി നേരക്കാണ് വളഞ്ഞിട്ട് വളയണില്ല. മാക്സിമം വളക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എത്തിക്കണം. അപ്പൊ എങ്ങനെയൊക്കെയാണ് എത്തിച്ചതാണ്. അപ്പൊ കഥ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പൊ സാറ് നമ്മള് പറഞ്ഞ വണ്ടി കാര്യത്തിന് എത്തിച്ചു. ഓക്കെ ഫ്രാങ്ക്ലൈജിന് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് പോയിക്കോട്ടെ. ട്രെയിനിന് അടിപൊളി ട്രെയിനിങ് കാര്യത്തിന്. അപ്പൊ നമ്മൾ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വണ്ടി കാര്യത്തിന് അവിടെ നിന്ന് എടുത്താണ് പോകണം. അപ്പൊ നമ്മൾ വണ്ടി കാര്യത്തിന് എടുത്താണ് പോകണേ. അപ്പൊ ഡ്രൈവർ സ്റ്റേഷനിൽ അടിപൊളി ട്രെയിനിങ് കാര്യത്തിന് ആക്കിക്കുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും യാതൊരു ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് എത്തിയിട്ടേ. അപ്പൊ നമുക്ക് നേരെ ഇനി ഡ്രൈവർ സ്റ്റേഷനിൽ കുറച്ച് ആൾക്കാർ കൂടെ വരാണ്ട്. അപ്പൊ ആരൊക്കെ ഞാൻ പറഞ്ഞു തരാം, നമ്മൾ വരുമ്പോ തന്നെ കാണിച്ചില്ല. അപ്പൊ കുറച്ച് കേണലും കാര്യത്തിന് ഡ്രൈവർ സ്റ്റേഷനും കാര്യത്തിന് വരാണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ട്രെയിനിങ് കാര്യത്തിന് കാണല്. അപ്പൊ ഇവിടെ മിലിറ്ററി ട്രെയിനിങ് കാര്യത്തിന് വരുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും കുറച്ചുകൂടെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കാര്യത്തിന് വരുന്ന പറഞ്ഞു. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോ ട്രെയിനിങ് കാര്യത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ട്രെയിനിങ് മിലിറ്ററി ട്രെയിനിങ് കാര്യത്തിന്. അതേപോലെ മിലിറ്ററി ക്യാൻഡിലും കുറച്ച് ആൾക്കാർ മിലിറ്ററി ബേസ്ഡ് ആൾക്കാരും കാര്യത്തിന് നമ്മളൊക്കെ വന്നിന്. അപ്പൊ നമ്മൾ ആർമി ഓഫീസറും കാര്യത്തിന് തൽക്കാലത്തിന് ആയതാണ്. അപ്പൊ എന്തായാലും നമ്മളെ താഴത്തുള്ളവരും കാര്യത്തിനാണ് ഈ ആർമി ഓഫീസറും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ കുറച്ച് മുകളിലും ആർമി ഓഫീസറും കാര്യത്തിന്. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ഇനി കുറച്ചും കൂടി സെറ്റപ്പ് കാര്യത്തിന് ചെയ്യാണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ട്രെയിനിങ് കാര്യത്തിനും അടിപൊളിയാക്കി. അതേപോലെ എയറോപ്ലെയിനും കാര്യത്തിന്. അതേപോലെ മുന്നിൽ ബസ്സുണ്ട്. അതേപോലെ തന്നെ നല്ല കാറുണ്ട്. അതേപോലെ തന്നെ ബീരങ്കി ഉണ്ട്. അതേപോലെ മോഡിഫൈ താരം സാധാ താറും കാര്യത്തിന് ആക്കി. പിന്നെ ബുള്ളറ്റും കാര്യത്തിന്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ അതാണ് എയറോപ്ലെയിനും കാര്യത്തിന് അടിപൊളിയും കാര്യത്തിനാണ്. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പോലീസ് സ്റ്റേഷനിലൊക്കെ അത് നിർത്തിയിടാൻ പോകുന്നുണ്ട്. അപ്പൊ കാണിച്ചു തരാം. പിന്നെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആർമി ഓഫീസറും കാര്യത്തിന് ലെവൽ
ലെവലായി നിർത്തുന്നുണ്ട്. അപ്പൊ നമ്മളാണ് ആർമി ഓഫീസർ, വലിയ പോലീസും കാര്യത്തിന്. അപ്പൊ ഞാൻ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ഒരിക്കലും മറക്കരുത്, നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നേരെ ബസ് മുതൽ തുടങ്ങുന്നിട്ട് ഒക്കെ തുറന്നു തരാം. അപ്പൊ എന്തായാലും ബസ് മുതൽ തുടങ്ങി കാണിച്ചാൽ അപ്പൊ ഇതാണ് ആർമി ഓഫീസറും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും അടിപൊളിയും കാര്യത്തിനാണ് ആർമി ഓഫീസറും കാര്യത്തിന്. ഞാൻ ആദ്യമായിട്ടാണ് ആർമി ഓഫീസറും കാര്യത്തിന് നയിക്കുന്നത്. അപ്പൊ അതിന്റെ ഇതും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മളെ ബസ്സും കാര്യത്തിന്, നമ്മൾ ഓറഞ്ച് ബസ്സും കാര്യത്തിന് ഇങ്ങനെ കൺവേർട്ട് ചെയ്താണ് അടിപൊളിയും കാര്യത്തിനാണ് ബസ്സും കാര്യത്തിന് വരുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് കാര്യത്തിന് ബസ്സും കാര്യത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് എന്തിനാന്ന് നമുക്ക് യാതൊരു കാണില്ല ആർമിക്ക്. പിന്നെ അതേപോലെ ബുള്ളറ്റും കാര്യത്തിനാണ്, അടിപൊളി ബുള്ളറ്റും കാര്യത്തിനാണ്. നമ്മൾ ഓട്ടിയപ്പോൾ നമ്മളെ പുസ്തകം നമുക്ക് ചേർച്ചില്ലല്ലോ, ബാക്കിയുള്ളവർക്ക് ചേർച്ച കാര്യത്തിനുണ്ട്. അതേപോലെ തന്നെ ആർമി ടാങ്കും കാര്യത്തിന് നമ്മൾ അടിച്ചു മാറ്റി തന്നെയാണ്. പിന്നെ ഇത് വേറെ മിസ്റ്റേക്കും കാര്യത്തില്ല. അതേപോലെ കളറും കാര്യത്തിനാണ്. പിന്നെ അവർക്ക് കളർ ആർച്ചിന്റെ ആവശ്യമില്ല. പിന്നെ അടുത്തതും കാര്യത്തിനാണ് ജീപ്പും കാര്യത്തിന്, അടിപൊളി ജീപ്പും കാര്യത്തിനാണ് ഞാൻ കാണിച്ചില്ല. അപ്പൊ ഇതാണ് 2 ജീപ്പും കാര്യത്തിന്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഗൺസും കാര്യത്തിനുണ്ട്. ഇപ്പൊ ഇത് പെട്ടിയിൽ ഫുള്ളും ഗൺസും കാര്യത്തിനാണ്. അപ്പൊ അതൊക്കെ ഗൺസൊക്കെ അടിച്ചാൽ അപ്പോൾ എന്താ പരിപാടിയും കാര്യത്തിനുണ്ട് നമുക്കറിയില്ല. അപ്പൊ ഞാൻ തൽക്കാലത്തിന് ആർമി ഓഫീസറും കാര്യത്തിനേക്കും. അപ്പൊ ഇവിടെ എയറോപ്ലെയിനും കാര്യത്തിനുണ്ട്. അപ്പൊ അടിപൊളി എയറോപ്ലെയിനും കാര്യത്തിന് ഇതേപോലെ ചെയ്തിട്ട് ആർമി എയറോപ്ലെയിനും കാര്യത്തിനാക്കി. അപ്പൊ നമ്മൾ അടിച്ചു മാറ്റി കൊടുക്കുന്നതാണ് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന്. അതേപോലെ തന്നെ പോലീസ് കാറും കാര്യത്തിന്. ഇപ്പൊ ഇതാണ് ആർമി. പിന്നെ അതേപോലെ തന്നെ പോലീസ് ഹെലികോപ്റ്ററും കാര്യത്തിന്, പോലീസിൽ ആർമി ഹെലികോപ്റ്ററും കാര്യത്തിനുണ്ട്. അതേപോലെ തന്നെ ആർമി കാറും കാര്യത്തിന്, 2 കാറുണ്ട്, ഒരു ജീപ്പ് ഒരു കാറും കാര്യത്തിന്. അപ്പൊ നമ്മൾ അടിച്ചു മാറ്റിയ കാറും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും ജീപ്പും കാര്യത്തിന് അടിപൊളിയാണ്. അപ്പൊ ഞാൻ ജീപ്പിനെ പറ്റി എന്തായാലും പറഞ്ഞു തരാം. അപ്പൊ ഇതാണ് കാറും കാര്യത്തിന് വരുന്നത്, അടിപൊളിയും കാറും കാര്യത്തിനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കാര്യത്തിന്. അപ്പൊ ഇത് മോഡിഫൈ താറും കാര്യത്തിന്. ഇപ്പൊ മോഡിഫൈ ഒക്കെയാണ്, സാധാ കാറും കാര്യത്തിനാണ് പോലീസിനും കാര്യത്തിനാക്കിയത്. അപ്പൊ നമുക്ക് അടിച്ചു മാറ്റാനുള്ളത് മോഡിഫൈ താറും കാര്യത്തിന്. അപ്പൊ നിങ്ങൾക്ക് മോഡിഫൈ താറാണ് ഇഷ്ടപ്പെട്ടത്, അതേപോലെ ഈ താറാണ് ആർമി വണ്ടി ആയി ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് മാർക്ക് ചെയ്ത്. അതേപോലെ നിങ്ങൾക്ക് ഏത് വണ്ടിയാലും ആർമി വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ ആണോ ഇതിൽ ഏത് കാണിച്ചതാണ് ഏതാ ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് മാർക്ക് ചെയ്ത്. ബസ്സാണോ ബൈക്കാണോ ആർമി വണ്ടിയാണ് ജീപ്പാണെന്ന് താഴെ കമന്റ് മാർക്ക് ചെയ്ത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക, ഹെലികോപ്റ്റർ ആണോ എന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ആർമി ഓഫീസറും കാര്യത്തിൽ നമ്മൾ ഇവിടുന്ന് രാജിവെക്കുക, നമ്മൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആർമി ഓഫീസറും കാര്യത്തിന് നയിക്കണേ. അപ്പൊ ബലാണ് ഇനി ഇവിടുത്തെ പരിപാടിയും കഴിച്ചത്. നമുക്ക് നേരെ ഇനി തിരിച്ച് വീട്ടും കാര്യത്തിന് പോകാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് തരാൻ മറക്കരുത്.